ഹലോ. അപ്പോൾ നമുക്കിന്ന് 2025 അവസാനത്തെ പൊതിച്ചോറ് നമുക്കിന്ന് സെറ്റാക്കാം. നമ്മളിപ്പോൾ 2025 എപ്പോഴെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ പൊതിച്ചോറ് കഴിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് അത് പ്രിപ്പയർ ചെയ്തിട്ട് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട്. എല്ലാവരും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു ഭയങ്കര ഒരു പ്രത്യേകത നമുക്ക് എന്താ പറയുക, എല്ലാവരും കൂടി കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ വർഷത്തെ അവസാനത്തെ പൊതിച്ചോറാണ് ഞാനിപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ വർഷം നമുക്ക് എന്തായാലും പൊതിച്ചോറ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ലാസ്റ്റ് ഡേ തന്നെ, ഈ വർഷത്തെ ലാസ്റ്റ് ഡേ പൊതിച്ചോറ് തന്നെ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പൊതിച്ചോറ് കേട്ടാം. അപ്പോൾ നമ്മൾ ഇലയൊക്കെ നല്ല വാട്ടി വെച്ചിട്ടുണ്ട്, 2 ഇലയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ചോറൊക്കെ സെറ്റാക്കാം. കുറേ ഐറ്റംസ് ഒന്നും പറയാനില്ല കേട്ടോ, എന്നാലും ഇത് മുട്ടത്തോരനാണ് കേട്ടോ. മുളക് ചമ്മന്തി ഉണ്ടെങ്കിൽ അടുത്തായിട്ട് നമുക്ക് മുളക് ചമ്മന്തി, ഉള്ളിയും മുളകും എല്ലാം കൂടിയിട്ട് നല്ല രീതിക്ക് നല്ല എരിവിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എരിവ് നമുക്കൊരു പ്രത്യേക വികാരമാണല്ലോ. പിന്നെ നാളികേര ചമ്മന്തിയാണ് കേട്ടോ, അതും അത്യാവശ്യം എരിവിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കുറച്ച് കൂടുതലിരിക്കട്ടെ, കാരണം ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ നോക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ മൂന്നാർ പോയപ്പം ഫ്രഷ് ക്യാരറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അറിയണ്ടായിരുന്നില്ല അതിലൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലീഫ് നമ്മൾ തോരൻ വെക്കാൻ പറ്റുമെന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾ ആദ്യം വിശ്വസിച്ചില്ല, വെറുതെ കളിയാക്കാവുമെന്ന് വിചാരിച്ചേട്ടോ. യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിയപ്പോൾ സത്യമാണ് സംഭവം. അപ്പോൾ ഞാനതൊന്ന് ആദ്യമായിട്ടാണ് ഒന്ന് ട്രൈ ചെയ്തു. ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ ചീരയൊക്കെ നമ്മൾ വെക്കില്ലേ, അത്രയ്ക്ക് അങ്ങോട്ട് ഒരു സോഫ്റ്റ് ഇല്ല അത് കഴിക്കുമ്പോൾ, ഒരു കട്ടിയുണ്ട്. എന്നാലും ക്യാരറ്റിൻ്റെ ആയതുകൊണ്ട് നമുക്കങ്ങനെ കഴിക്കാൻ മാത്രം കേട്ടോ. ഇതിലൊരു ക്യാരറ്റും കൂടി ഇങ്ങനെ ഞാൻ ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സാധാരണ നമ്മൾ ചീരപ്പേരൊക്കെ വെക്കില്ലേ തോരൻ, അതുപോലെ തന്നെ ഇതൊക്കെയാണ് കേട്ടോ ചെയ്തത്. പിന്നെ അവിടെ നിന്ന് ക്യാരറ്റ് വാങ്ങിയപ്പോൾ കുറച്ച് ഞാനിങ്ങനെ സോക്കയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി, ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് പൊതിച്ചോറിനായിട്ടുള്ളത്. ഇതൊക്കെ മതി, ഇത് തന്നെ ധാരാളമാണ്, വേറെ ഒന്നും വേണമെന്നില്ല. ഈ സൈഡ് കാലിയായി കിടക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു വിഷമം കേട്ടോ. അപ്പോൾ ഞാൻ 2 മുളകും കൂടെ വെച്ചു. അവിടെ ഇരിക്കേ. അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് ഐറ്റംസൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയിൽ കെട്ടണം. അങ്ങനെ നമ്മുടെ പൊതിച്ചോറൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കിനിത് തുറന്നു നോക്കുമ്പോൾ എന്താ അവസ്ഥ എന്ന് അറിയില്ല. കാരണം ഇങ്ങനെ എല്ലാം കൂടെ അങ്ങനെ മിക്സായിട്ട് എങ്ങനെയാണ്, എനിക്ക് സത്യം പറഞ്ഞാൽ പൊതിച്ചോറ് എപ്പോൾ കെട്ടിയിട്ട് തുറക്കുമ്പോഴും അത് നല്ല ആ വെച്ച ഒരു ഭംഗിയിൽ നമ്മൾ ചില വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണാറില്ലേ, ആ വെച്ച അതേ ഭംഗിയിൽ അതുപോലെ എനിക്ക് കിട്ടാറില്ല. എന്നാലും നമുക്കത് നോക്കി നോക്കാം കേട്ടോ ആ സമയത്ത്. ബൈ.